ഡിസ്ജോയിൻറ്റ് സെറ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് മേക്ക് സെറ്റ്, ഫൈൻഡ്, യൂണിയൻ, ഈ 3 ഓപ്പറേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഗ്രാഫിൽ കണക്റ്റർ കമ്പോണൻസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതൊരു ഗ്രാഫാണെങ്കിൽ ഇതിലെങ്ങനെയാണ് നമ്മൾ കണക്റ്റർ കമ്പോണൻസിനെ കണ്ടുപിടിക്കുകയെന്ന് നോക്കണത്. ഓക്കെ, സോ നമുക്കറിയാം ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ് ഇസ് അതിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, യുണീക്ക് എലമെൻറ്റ്സ് ആയിരിക്കും. പിന്നെ അതായത് S1 ഇൻ്റർസെക്ഷൻ S2 എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, 2 സെറ്റിലും ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. സോ ഇതിൽ 4 ഓപ്പറേഷൻസ് ഉണ്ട്. സിമ്പിൾ യൂണിയൻ, സിമ്പിൾ ഫൈൻഡ്, വെയ്റ്റഡ് യൂണിയൻ ആൻഡ് കൊളാപ്സിങ് ഫൈൻഡ്. ഓക്കെ, നമ്മൾ അതിൽ ഇപ്പോൾ നമുക്കൊരു സെറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഇനിഷ്യലി ഒരു എലമെൻറ്റ്സ് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മേക്ക് സെറ്റ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, സെറ്റ് ക്രിയേറ്റ് ആവുക. അപ്പോൾ സോ ഇവിടെ മേക്ക് സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ ഓരോ സെറ്റിൽ സിംഗിൾ എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളതിനെ യൂണിയൻ ഓപ്പറേഷൻ ചെയ്യുക. യൂണിയൻ ഓഫ് 1 2 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 1ൻ്റെ റൂട്ടായിട്ട് ട്രീ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. സോ 2 എന്താവും, 1ൻ്റെ ചൈൽഡായിട്ട് വരും. അതേപോലെ 3 4 യൂണിയൻ 3 4 ചെയ്യുമ്പോൾ 3 4 ഇങ്ങനെ വരും. യൂണിയൻ ഓഫ് 5 6 വരുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് 2 സെറ്റിനെയും കൂടി എന്ത് ചെയ്യാൻ പോവാണ്, ഇതെന്ന് പറഞ്ഞാൽ 1 2 എന്ന് പറയുന്ന സെറ്റായി. ഓക്കെ, ഇതിപ്പോൾ 1 2 എന്ന് പറയുന്ന സെറ്റായി. ഇത് 3 4 എന്ന് പറയുന്ന സെറ്റായി. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോണേ, ഇനി ഇതാണെന്ന് ഈ നൊട്ടേഷനാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇനി ഈ 2 ഇതിനെയും എന്ത് ചെയ്യാൻ പോവാണ്, 2 സെറ്റിനെയും കൂടി യൂണിയൻ ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിവിടെ യൂണിയൻ ഓഫ് ഫുൾ കംപ്ലീറ്റ് എലമെൻറ്റ്സ് ഞാൻ പറയണില്ല. ദാറ്റ് ഈസ് യൂണിയൻ ഓഫ് 1 2 3 4 എന്നല്ല പറയണത്, അതിൻ്റെ റൂട്ടിന് മാത്രമേ പറയാം. ദാറ്റ് ഈസ് യൂണിയൻ ഓഫ് 1 യൂണിയൻ 3 എന്നേ പറയുള്ളൂ. യൂണിയൻ ഓഫ് 1 3. അപ്പോൾ എന്ത് കിട്ടും, ഇതാണ് നമുക്ക് സെറ്റ് കിട്ടുക. ദാറ്റ് ഈസ് 1 2 3ൻ്റെ റൂട്ടായിട്ട് ആര് വരും, 1 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. യൂണിയൻ ഓഫ് നമ്മൾ കംപ്ലീറ്റ് സെറ്റിലെ കംപ്ലീറ്റ് എലമെൻറ്റ് പറയില്ല, ഫസ്റ്റ് എലമെൻറ്റ് മാത്രമേ പറയുള്ളൂ, 1ഉം 3യും. അപ്പോൾ എന്തായിരിക്കും കിട്ടുക, നമുക്ക് ഫൈനലായിട്ട് കിട്ടുക 1 2 3 4 എന്ന് പറയുന്ന സെറ്റായിരിക്കും കിട്ടുക. ഇനി ഇവിടെ ആരും ഉള്ളത് 5 6 അല്ലേ ഉള്ളേ. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ സെറ്റിനെയും കൂടി കമ്പൈൻ ചെയ്യണം, അല്ലേ, ഈ ട്രീനെയും കൂടി കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് പറയുള്ളൂ, യൂണിയൻ ഓഫ് 1 5 എന്നേ പറയുള്ളൂ. ഓക്കെ, യൂണിയൻ ഓഫ് 1 5 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്ന സെറ്റിൽ എല്ലാ എലമെൻറ്റ്സും വരും. അതേപോലെ തന്നെ 5 എന്ന് പറയുന്ന സെറ്റിൽ എല്ലാ എലമെൻറ്റ്സും വരും. ഓക്കെ, ഉണ്ട് 5ന് 1ൻ്റെ ചൈൽഡാക്കി വെക്കും. നമുക്ക് ഫൈനൽ സെറ്റ് കിട്ടും 1 2 3 4 5 6. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതാണ്, യൂണിയൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സെറ്റിലെ ഒരു എലമെൻറ്റും സെക്കൻഡ് സെറ്റിലെ ഒരു എലമെൻറ്റിനെ മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യുള്ളൂ. പക്ഷേ ആ ഫൈനൽ സെറ്റിലെ കംപ്ലീറ്റ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യനാണിത്. ഡിസ്ജോയിൻറ്റ് സെറ്റ് ഡേറ്റാ സ്ട്രക്ചർ, ഡിസ്ജോയിൻറ്റ് സെറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഗ്രാഫിലെ കണക്റ്റർ കമ്പോണൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ അതിൻ്റെ അൽഗോരിതത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഇത് നിങ്ങൾ നോക്കാം കേട്ടോ എങ്ങനെയാണ്. ഇപ്പോൾ ഈ ഇതിലെ ഗ്രാഫിൽ ആദ്യം എന്ത് ചെയ്യുക, വേർട്ടെക്സ് ഉണ്ട്, എഡ്ജസ് ഉണ്ട്. അപ്പോൾ ആദ്യം വേർട്ടെക്സും എഡ്ജും എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. വേർട്ടെക്സ് എന്തൊക്കെയാണ്, ഇതിൽ ഏതൊക്കെയാണ് വേർട്ടെക്സ്, ആ വേർട്ടെക്സ് ഇവിടെ എഴുതുക. അതേപോലെ എഡ്ജ് ഏതൊക്കെയാണ്, AB ഉണ്ട്, ദെൻ AC ഉണ്ട്, BC ഉണ്ട്, ദെൻ BD ഉണ്ട്, അല്ലേ. ദെൻ ഇവിടെ ഏതൊക്കെ വരും, EG വരും, EF വരും. ദെൻ ഇവിടെയോ HIയും J എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് എലമെൻ്റ് ആണ്, വേറൊരു കണക്ഷനൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, 3 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മളത് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇനിഷ്യലൈസേഷൻ, ദാറ്റ് ഈസ് മേക്ക് സെറ്റ്. മേക്ക് സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേർട്ടെക്സിൻ്റെ ഓരോ സെറ്റ് ഉണ്ടാക്കിയാണ്. സോ വേർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഓരോന്നും എന്ത് ചെയ്യാം, ഓരോ സെറ്റിലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഓരോ എഡ്ജിനെയും നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഓരോ എഡ്ജ് നമ്മൾ എടുത്തിട്ട് നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് എഡ്ജ് എടുക്കുക AB ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ വേർട്ടെക്സും ഇവിടെ എഴുതുക. ഫസ്റ്റ് എഡ്ജ് എടുക്കുക, യൂണിയൻ ഓഫ് AB. അതായത് ഫസ്റ്റ് എഡ്ജ് എടുത്തിട്ട് അതിൻ്റെ യൂണിയൻ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, ABനെ യൂണിയൻ ചെയ്യുക. Aയും സിംഗിൾ എലമെൻ്റാണ്, Bയും സിംഗിൾ എലമെൻ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു യൂണിയൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 2 എലമെൻറ്റും 2 സെറ്റിലായിരിക്കണം ഉണ്ടാവുക. അതായത് യൂണിയൻ ഓഫ് AB പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ വേറെ സെറ്റിലും B എന്ന് പറഞ്ഞാൽ വേറെ സെറ്റിലും, സെയിം സെറ്റിലായാലും നമ്മൾ യൂണിയൻ ചെയ്യില്ല. അപ്പോൾ ഇത് 2 ഡിഫറെൻറ്റ് സെറ്റിലായതുകൊണ്ട് നമ്മൾ AB യൂണിയൻ ഓഫ് AB എന്ന് പറയുമ്പോൾ എനെയും ബീനെയും നമ്മൾ എന്ത് ചെയ്തു,
യൂണിയൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് എഴുതി. ബാക്കിയുള്ള എല്ലാ വേർട്ടെക്സും അതേപോലെ തന്നെ എഴുതാം. ഇനി അടുത്തത് നോക്കാം. അടുത്ത എഡ്ജ് എടുക്കുക, ദാറ്റ് ഇസ് AC ആണ്. യൂണിയൻ ഓഫ് AC എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു AC എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്ന സെറ്റിൽ എല്ലാ എലമെൻസും വേണം. ഓക്കെ, ആദ്യം ചെക്ക് ചെയ്യണം Aയും Cയും ഡിഫറൻറ്റ് സെറ്റിലാണോ നോക്കുക. A എന്ന് പറയുന്നത്, പിന്നെ ഓരോ എഡ്ജ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള ലൈൻ വെച്ചിട്ടാണ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത സെറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ യൂണിയൻ ഓഫ് AC എന്ന് പറയുമ്പോൾ ഇതല്ലേ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ലൈൻ, ഫസ്റ്റ് സെറ്റ്. സോ അതിൽ നോക്കുക A എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സെറ്റിലാണോ, B എന്ന് പറയുന്നത് വേറെ സെറ്റിലാണോ. സോ A എന്ന് പറയുന്നത് ഈ സെറ്റിലാണ് വരുന്നത്, C എന്ന് പറയുന്നത് വേറെ സെറ്റിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, A Bനെയും Cനെയും അതായത് ഈ രണ്ട് സെറ്റും കൂടി കമ്പൈൻ ചെയ്യും. ഓക്കെ, യൂണിയൻ ചെയ്തിട്ട് ABC എഴുതും, ബാക്കി DEFGHIJ അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത എഡ്ജ് എടുക്കുക. ഇവിടെ നിന്ന് അടുത്ത എഡ്ജ് ഏതാണ്, BC അല്ലേ. സോ BC എടുക്കാം. ഓക്കെ, BC എടുക്കുമ്പോൾ എന്ത് പറ്റും, ബിയും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം, B വേറെ സെറ്റിലാണോ C വേറെ സെറ്റിലാണോ. Bയും Cയും ഡിഫറൻറ്റ് സെറ്റിലാണോ, ആണ്. B എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സെറ്റിലല്ല, Bയും Cയും എന്താണ് ഒരേ സെറ്റിൽ തന്നെയാണ് വന്നേക്കണേ അല്ലേ. Bയും Cയും ABC എന്ന് പറയുന്ന ഈ സെയിം സെറ്റിൽ തന്നെ വന്നേക്കണേ. അപ്പോൾ നമ്മൾ യൂണിയൻ ചെയ്യില്ല, ഡിഫറൻറ്റ് സെറ്റിലാണെങ്കിൽ മാത്രം ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, അടുത്തത് നോക്കുക, യൂണിയൻ ഓഫ് BD. അപ്പോൾ നോക്കണം B എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സെറ്റിലാണോ നോക്കുമ്പോൾ B എന്ന് പറയുന്നത് ഈ സെറ്റിലും D എന്ന് പറയുന്നത് ഈ സെറ്റിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ യൂണിയൻ ചെയ്യും. ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ എഴുതാം. അടുത്ത എഡ്ജ് എടുക്കുക. ഇവിടെ നിന്നാണ് എഡ്ജ് എടുക്കണേ. എഡ്ജ് എടുക്കുക. അടുത്ത എഡ്ജ് ചെയ്ത് വരും EF വരും. E എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സെറ്റാണ്, F എന്ന് പറയുന്നത് വേറെ സെറ്റാണ്. സോ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ എഴുതാം. ഇനി Eയും Gയും നോക്കുമ്പോൾ E എന്ന് പറയുന്നത് ഈ സെറ്റിലും G എന്ന് പറയുന്നത് ഈ സെറ്റിലുമാണ്. സോ അതും കൂടി എല്ലാം കമ്പൈൻ ചെയ്യുക, അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത് നോക്കുമ്പോൾ HI നോക്കുമ്പോൾ H എന്ന് പറയുന്നത് വേറെ സെറ്റിലാണ്, I എന്ന് പറയുന്നത് വേറെ സെറ്റിലാണ്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. ഇനി Jക്ക് വേറെ യൂണിയൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ എഡ്ജ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ എഡ്ജിൽ ഈ J വരില്ല കേട്ടോ. ഓക്കെ, ദെൻ ഈ J എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് അല്ല, അതിന് എഡ്ജൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അപ്പോൾ പക്ഷേ ഇവിടെ സെറ്റിൽ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ വെർട്ടെക്സിൽ എഴുതുമ്പോൾ J എഴുതണം. ഓക്കെ, സോ ഇവിടെ J ഉണ്ടായിരിക്കും. ഇനി നമ്മൾ എന്താ എഴുതാം, സ്റ്റെപ്പ് 3 കണക്റ്റ് കമ്പോണൻസ് വയ ഫൈൻഡ്. ഇത് ലാസ്റ്റ് നമ്മൾ കിട്ടിയ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. സോ ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ സെറ്റിൽ എന്താ കിട്ടുക, അതിൻ്റെ റൂട്ടിനെയാണ് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതിലെല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എന്ത് പറയാം, നമുക്ക് ഇതെല്ലാം അതിൻ്റെ കണക്റ്റ് കമ്പോണൻസ് ആണെന്ന് പറയാം. നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ എഴുതിയാൽ മതി, എന്താ കണക്റ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്ത്, ഈ ലാസ്റ്റ് കിട്ടിയ എല്ലാ സെറ്റും അതേപോലെ തന്നെ എഴുതാം. സോ ABCD HI EFG ആൻഡ് J ആണ് ഈ ഗ്രാഫിൽ കണക്റ്റ് കമ്പോണൻസ്.